ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അതിപ്പോൾ ഏകദേശം ഒരു വർഷമായിട്ട് എല്ലാ മാസവും ഞാൻ പോകുന്ന ഒരു കാഞ്ഞങ്ങാട് യാത്രയാണ്. ഇപ്പോൾ നമ്മുടെ റൂട്ടെന്ന് പറയുന്നത് മാത്തിൽ സ്വാമിമുക്ക്, കരിവള്ളൂർ, പിന്നെ സ്ട്രെയിറ്റ് കാഞ്ഞങ്ങാട്. അതാണ് നമ്മുടെ റൂട്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവാം അല്ലേ. ഇതാണ് വടശ്ശേരി പാടശേഖരം. നല്ല ഭംഗിയുള്ള കാഴ്ചകളാട്ടോ ഈ ഭാഗത്ത് കൂടി പോകുന്നത്. ഈ ആൽമരം ഭയങ്കര ഒരു അട്രാക്ഷനാണ്. അതായത് ഒരു വിജനമായ സ്ഥലത്ത് നമുക്ക് ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിയാണ്. ഒരു വൈഡ് വേക്കൻ്റ് ഏരിയയിൽ ഒരു മരം അങ്ങനെ നിൽക്കുന്നതാണ്. സ്ഥിരമായിട്ട് അതിൻ്റെ ചുവട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പാൻഡമിക് ആയതുകൊണ്ട് ആരും ഇല്ല. ഇവിടുന്ന് നമ്മൾ നേരെ ഇനിയിപ്പോൾ നമ്മളെത്താൻ പോകുന്നത് സ്വാമിമുക്കിലേക്കാണ്. ഹൈവേ ഒന്നല്ല കേട്ടോ, ഇത് വളരെ ഭംഗിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കുറേ കാലം ഈട് നിൽക്കുന്ന രീതിയിലാണ് റോഡൊക്കെ ചെയ്തേക്കുന്നത്. വളരെ വൃത്തിയും മെനക്കും ചെയ്തിട്ടുണ്ട്. നാട്ടിൻപുറത്തെ റോഡിന് ഇത്രയും ക്വാളിറ്റി ചെയ്യാൻ പറ്റുന്ന മനസ്സിലായ ശരിക്കും ഈ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും. നമ്മുടെ നാടാണിത്. അപ്പോൾ നമ്മളങ്ങനെ സ്വാമിമുക്ക് എത്താൻ പോവാണ്. ഇനി സ്ഥലത്തിന് ഈ പേര് വന്നതിൻ്റെ ഐതിഹ്യമൊന്നും അറിയില്ല കേട്ടോ. അവിടെ നമ്മൾ സ്വാമിമുക്കൊന്ന് ഡൈവേഷൻ എടുത്ത് നേരെ പോവാണ്. ഈ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി കാഴ്ചകളുണ്ട് കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ താഴ്ന്നു കിടന്ന സ്ഥലമായിരുന്നു. മണ്ണിട്ട് പൊക്കി 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 ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിൽ കൂടെ പോയിട്ടുണ്ട്. പക്ഷെ അന്നേരമൊന്നും ഈ റോഡ് ഇങ്ങനെയൊക്കെ ആവുമെന്നൊക്കെ നമുക്ക് അന്നേരം ചിന്തിക്കാൻ പറ്റില്ല. ഈ വളം കൂടി കഴിഞ്ഞാൽ ഇനി വയലാട്ടോ, നല്ല ഭംഗിയാണ്. എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. രക്ഷയില്ല, ഈ ഏരിയ സൂപ്പറാണ്. ഈ ഏരിയ എനിക്ക് പറയുന്നത് ഇത് ശരിക്കും ഒരു സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു കവലയാണ്. നല്ലൊരു ചായക്കടയിൽ സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ആ ഏരിയ ഒക്കെ കാണുമ്പോൾ ശരിക്കൊരു സിനിമയുടെ ഒരു ലൊക്കേഷനായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏകദേശം കരിവള്ളൂർ അടുക്കാറായിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് കയറി കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷൻ കിട്ടുന്നത് നമുക്ക് കരിവള്ളൂർ ഓണക്കുന്ന്. ഈ ആൽമറാണ് ശരിക്കും ലാൻഡ് മാർക്ക്. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷൻ നമുക്ക് ഹൈവേ.
കരിവള്ളൂർ ബസ് സ്റ്റോപ്പ് ഓട്ടോ തന്നെ. ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടം. ശരിക്കും 2 സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് ഒരു ഭയങ്കര ഇത്രയും നേരം ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ശരിക്കും വെയിൽ കൊണ്ട് നമ്മൾ പൊള്ളിക്കരിഞ്ഞ് വരുമ്പോൾ ഈ തണലിനുള്ളിൽ കയറുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. 2 സൈഡിലും മരങ്ങളും ഇതൊക്കെ ആയിട്ട് ശരിക്കും എന്താ പറയുക, മരങ്ങളുള്ള സ്ഥലത്ത് റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോകുമെന്ന് പറയുന്നതൊക്കെ വെറുതെ ഉണ്ടോ. ഇവിടെയൊക്കെ ഒരു മിനിമൽ ഡാമേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പറയുക, വെള്ളം ഇറ്റിയിട്ട് വെള്ളം ഈ മരത്തിൽ നിന്നൊക്കെ ചാടിയിട്ട് ഉള്ള ഡാമേജൊക്കെ വളരെ മിനിമൽ ഡാമേജായിരുന്നു. ശരിക്കും അങ്ങനെ നന്നായിട്ട് പണിത് കഴിഞ്ഞാൽ റോഡൊക്കെ നിൽക്കുന്നത്. ഇവരൊക്കെ ഓരോ ന്യായം പറയുന്നുണ്ട്. ഇതൊക്കെ റീടാർ ചെയ്താട്ടോ, ഈ അടുത്ത കാലത്ത് റീടാറിങ് ചെയ്തതാണ്. ഞാൻ ഈ പണി നടക്കുമ്പോൾ ഇതിൽ കൂടെ പലതവണ പോയിട്ടുണ്ട്. ഇത് നമ്മുടെ മരക്കാരൻ്റെ പോസ്റ്റർ. അതൊക്കെ ഇനി തിയേറ്ററിൽ എപ്പോഴായിരിക്കും അന്വേഷിച്ചത്. ഇങ്ങനെ നമ്മൾ കണ്ണൂർ ബോർഡർ ക്രോസ് ചെയ്യാൻ പോകട്ടോ. ഇതാണ് കാലിക്കടവിലേക്ക് എൻ്റർ ചെയ്യാണ്. ഈ പാലം ക്രോസ് ചെയ്യാൻ നമ്മൾ കാസർഗോഡ് ജില്ലയിലെത്തി. ഇപ്പം നമ്മൾ കാസർഗോഡ് ജില്ലയിലെത്തി. യാത്രയുടെ ഉദ്ദേശമൊക്കെ നമ്മൾ പോലീസുകാരനോട് പറഞ്ഞ് ഓക്കെ, നമ്പറും വണ്ടി നമ്പറൊക്കെ എടുത്തിട്ടുണ്ട്. അടുത്ത് വരുമ്പോൾ നമ്മൾ ചെറുവത്തൂർ ടൗൺ. പണ്ടൊക്കെ ഈ വഴി പോകുമ്പോൾ ഈ ഒരു സ്ഥലം കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം ഇവിടുന്ന് താഴത്തേക്ക്, ഇതിൽ ബസ്സിലിരിക്കുമ്പോൾ ഇച്ചിരി ഹൈറ്റ് അല്ലേ, ഇവിടുന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പുഴയും ടൗണൊക്കെ അടിപൊളിയായിട്ട് കാണും. ചെറുവത്തൂർ ടൗണിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചെറുവത്തൂർ ഒരു തിയേറ്ററൊക്കെ ഉണ്ട്, അടച്ചു കൂട്ടിയിട്ട് നാളത്രയും പക്കനാർ തിയേറ്റർ. ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഗ്രീനറിയാണ് ഈ ഭാഗത്ത്. കാര്യങ്കോട് പുഴ എത്തി. കാര്യങ്കോട് പുഴ ശരിക്കും ഇത് ഹെൽമെറ്റ് മൗണ്ടാണെങ്കിൽ ഈ വലത്ത് ഭാഗത്തൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടൊക്കെ വണ്ടി ഇറക്കിയിട്ടിട്ട് കുറേ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് ഹെൽമെറ്റ് മൗണ്ടാണെങ്കിൽ ഞാൻ തല തിരിച്ച് കഴിഞ്ഞാൽ കാണാമായിരുന്നു. ഇതിപ്പോൾ ഞാൻ സ്കൂട്ടറിലാണ് ഇത് മൗണ്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ കാര്യങ്കോട് പുഴ ക്രോസ് ചെയ്തു. ഇങ്ങനെയുള്ള ഒരു റെയിൽവേ ക്രോസാണ്.
ഒരു ഫ്ലൈ ഓവറിന് പണി തുടങ്ങിയിട്ട് കുറേ കൊല്ലമായി. ഈ സൈഡിൽ കാണുന്ന കുന്നൊക്കെ ഇടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. അതുകൊണ്ട് കുന്നുണ്ടോ ഇല്ല ഉണ്ടായിരുന്നോ എന്ന് വരെ തോന്നിപ്പോകും. അതുപോലത്തെ അവസ്ഥയാക്കി വെച്ചാൽ കുന്നിൻ്റെ അത് ഇടിച്ച് നിരത്തിയിട്ടാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യണം. ഈ ഏരിയ മൊത്തം ഫില്ല് ചെയ്യുമ്പോഴത്തേനും ആ കുന്ന് ഏതാണ്ട് നിലംപരിശായിട്ടുണ്ട്. പക്ഷെ ഒരു ഫ്ലൈ ഓവർ ഇവിടെ വരേണ്ടത് അത്യാവശ്യമാണ്. ശരിക്കും ആ ഭാഗത്തൊക്കെ കുടിവെള്ളക്ഷാമം വരാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളത്തിൻ്റെ സ്രോതസ്സാണല്ലോ കുന്നുകൾ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഒരു ആവശ്യം കൂടി നടക്കണം. പിന്നെ ഇതിനൊന്നും ബദലില്ല, നമ്മളിങ്ങനെ പറയാമെന്നല്ലേ ഉള്ളൂ. ഓരോന്നിനും ഓരോ ബദൽ സംവിധാനങ്ങൾ വേണ്ടേ? അതില്ലല്ലോ. ഇപ്പോൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വേണമെങ്കിൽ എന്തായാലും ഇത് വേണം, കരിങ്കല്ല് വേണം. അത് പൊടിച്ച് മെറ്റലാക്കണം, അത് ക്രഷ് ചെയ്ത് മെറ്റലാക്കണം, ജില്ലിപ്പൊടിയാക്കണം. ഇതിനൊക്കെ ബദലില്ലാണ്ട് പിന്നെ നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ശരിയല്ലേ? നീലേശ്വരം ടൗൺ അടുക്കാറായി. ഈ പെട്രോൾ പമ്പാണ് അതിൻ്റെ ലാൻഡ് മാർക്ക്. ഇത് കഴിഞ്ഞാൽ നീലേശ്വരം ടൗണായി. ഇവിടെ മരം വെട്ടിമുറിച്ച് നിലംപരിശാക്കിയിട്ടുണ്ട്. നേരത്തെ കണ്ട സ്ഥലമില്ലേ, ഞാൻ പറഞ്ഞ നല്ല രണ്ട് സൈഡിൽ മരമൊക്കെ ഉള്ളത്, അതൊക്കെ മിക്കവാറും ഈ പാത ഇരട്ടിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ പോകാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, അത് മൊത്തം പോവും. ആ മരം തെച്ചും. ഒരവസ്ഥയായി. ഇവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ സ്ട്രൈറ്റ് പോകണം. നേരെ പോയി കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് ടൗൺ ആട്ടോ. ഇവിടെയൊക്കെ പോലീസ് ചെക്കിംഗ് ഉണ്ട് ഉണ്ടോ? എന്തോ എനിക്ക് കൈ കാണിച്ചില്ല. നമുക്ക് എങ്ങനെ പോവാം. എനിക്ക് ഈ യാത്ര മടുപ്പില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സുഖമുള്ള യാത്ര. കാരണം വലിയ ഗട്ടറുകളൊന്നും ഇല്ലാത്ത റോഡും ഈ ഏരിയയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, ആ വണ്ടി കയറി വരുന്ന സ്ഥലമില്ലേ, അതാണ് ഗുരുവനത്തിലേക്കുള്ള റൂട്ട് കേട്ടോ. ആ റൂട്ടിലേക്കൂടെയാണ് ഗുരുവനത്തിലേക്ക് പോകുന്നത്. ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇവിടെ കയറി കാണാം കേട്ടോ. ഇവിടെ ലിങ്ക് ഇടാം. താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കിയാൽ കേട്ടോ. ഇനി വരാൻ പോകുന്ന കല്യാൺ റോഡാണ്. ഇവിടെ വലത്ത് ഭാഗത്തേക്ക് ഒരു റോഡുണ്ട് കേട്ടോ. കയറ്റം കയറി തീരുന്നിടത്ത് വലത്തേക്ക് റോഡാണ്. ആ റോഡാണ് കല്യാൺ റോഡ്. അതാണ് നമ്മളെ ചിക്കാനം തറവാട് കല്യാണ ഭവനം അങ്ങോട്ടുള്ള റോഡ്. ശരിക്കും ആ വീടിൻ്റെ പേരാണ് ഈ റോഡിനിട്ടേക്കണത്. ഇങ്ങോട്ട് ഈ വലത്തോട്ട് പോകുന്ന റോഡിലേക്കാണ് കല്യാണ ഭവനം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണാത്തവർ ഈ ലിങ്കിൽ കയറി നോക്കിയാൽ കേട്ടോ. മുകളിൽ ഞാൻ കൊടുത്തേക്കണം, ഒന്ന് കയറി നോക്കിയാൽ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായി. മാവുങ്കാലാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇത് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നതാണ്. ഇത് വേറെ റൂട്ടാട്ടോ. വേറെ റൂട്ട് പറഞ്ഞാൽ ഒരുപാട് ലെങ്ത് അല്ല, കുറച്ച് ലെങ്ത്. ഇത് വേറെ ഞാൻ ഡൈവേർഷൻ പിടിച്ചതാണ്. കാരണം പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ തന്നെ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അങ്ങനെ നമ്മളെ മാത്തിൽ ടൗണിലേക്കുള്ള ഡൈവേർഷനിലേക്ക് കയറി. ഇത് തന്നെ വരുമ്പോൾ കണ്ടുകാണുമല്ലോ. അങ്ങനെ കയറി ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ ആ വയലിലേക്ക് തന്നെ ചെന്ന് ചാടില്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഉച്ചയ്ക്ക് ശേഷമില്ല ആ വെയിലൊക്കെ തന്നിട്ടുള്ള ഒരു ഇത് നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുറേ ആൾക്കാർ ഇരിക്കാൻ ഒരു കാറ് നല്ല ഭംഗിയാണ്. ഒരു വൈഡ് റേഞ്ചിൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്. മാത്തിൽ ടൗൺ അടുക്കാറായിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ എൻ്റെ യാത്രയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ആദ്യത്തെ MotoVlog ആട്ടോ. ഞാൻ ചുമ്മാ ക്യാമറ എൻ്റെ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ മൗണ്ട് ചെയ്തിട്ട് ചുമ്മാ എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ്. നിലവിൽ ഇതുപോലത്തെ വീഡിയോസ് പോലും ഇനി ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം അറിയില്ല. ഇനി അടുത്ത വീഡിയോ വളരെ ഡിലേ, നിലവിൽ തന്നെ എൻ്റെ വീഡിയോ വളരെ ഡിലേ ആയിട്ടാണ് വരുന്നത്. കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും അവസ്ഥ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. എന്താ പറയുക, മോശം സമയമാണ് ഇപ്പോൾ. എന്തായാലും ഇറങ്ങാൻ പറ്റും താമസിയാതെ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണും വരെ ബൈ.